പുനർഗേഹം ട്രീറ്റ്മെന്റ് പ്ലാന്റ് നഗരസഭയ്ക്ക് കൈമാറണമെന്ന ആവശ്യം ശക്തം. കൗൺസിലർമാർ പ്രതിഷേധത്തിൽ. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. LDF जिंदाबाद പുനർഗേഹത്തിലെ STP നഗരസഭയ്ക്ക് വിട്ടു നൽകാൻ തയ്യാറാവുക സർക്കാരെ. അന്ന് തീരൂ ഈ സമരം. ഫിഷറീസ് വകുപ്പിന് കീഴിലുള്ള പുനർഗേഹം ഫ്ളാറ്റിന്റെ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ നടത്തിപ്പ് നഗരസഭയ്ക്ക് വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് നഗരസഭ സർക്കാരിന് സമർപ്പിച്ച അപേക്ഷ ഉടൻ പരിഗണിക്കണമെന്നാവശ്യപ്പെട്ടാണ് LDF കൗൺസിലർമാർ ഫിഷറീസ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. പ്ലാന്റിന്റെ നടത്തിപ്പും പരിപാലനവും ഏറ്റെടുക്കാൻ നഗരസഭ തയ്യാറാണെന്നും ഫിഷറീസ് വകുപ്പിൽ നിന്നും നഗരസഭയ്ക്ക് വിട്ടു നൽകണമെന്നും ആവശ്യപ്പെട്ട് നഗരസഭ സർക്കാരിന് മുന്നിൽ കത്ത് നൽകിയിരുന്നു. STPയുടെ ദൈനംദിന നടത്തിപ്പും പരിപാലനവും ശ്രദ്ധിക്കാത്തത് ചൂണ്ടിക്കാട്ടിയാണ് തീരദേശ വാർഡുകളിലെ കൗൺസിലർമാർ ഫിഷറീസ് DD ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയത്. നഗരസഭയുടെ കീഴിൽ താമസക്കാരുടെ പ്രശ്നങ്ങൾക്ക് വേഗത്തിൽ പരിഹാരം കാണാൻ കഴിയുമെന്നും ശുചിത്വം, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ കൂടുതൽ കാര്യക്ഷമമായി ഉറപ്പാക്കാനാകുമെന്നും സമരക്കാർ അഭിപ്രായപ്പെട്ടു. KICB സമയത്തുമ്പോൾ ഫ്യൂസൂരും STPന്റെ പ്രവർത്തനം നിലച്ചാൽ അത് ശരിയാക്കുന്ന ആളുകൾ കാലയളവ് കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറും. നഗരസഭക്കോ ഫിഷറീസിനോ അത് ഇടപെടാൻ വേണ്ടി കഴിയാത്തൊരു സാഹചര്യം, അത്തരമൊരു സാഹചര്യം കുറെ കാലങ്ങളായി അവിടുത്തെ ജനങ്ങളെല്ലാം അനുഭവിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇനി അത്തരമൊരു സാഹചര്യം ഫ്ളാറ്റ് നിവാസികൾ അനുഭവിക്കാൻ പാടില്ല. ഇതിനൊരു സ്ഥായിയായൊരു തീരുമാനം വേണം. ആ ഓർഡർ നഗരസഭക്ക് നൽകിയാൽ ഇന്ന് മുതൽ അതിന്റെ പരിപാലനം ഏറ്റെടുക്കാൻ നഗരസഭ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് പോലും LSTD ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അനുകൂലമായി മുമ്പ് സമീപനം ഉണ്ടായിരുന്നെങ്കിലും പുതിയ സർക്കാർ വന്നതിന് ശേഷം ഒരു സമീപനം അവരെടുക്കുന്നില്ല. അന്വേഷണവും അതിൻ്റെ പഠനവും എല്ലാം കഴിഞ്ഞു. LSTD ഡിപ്പാർട്ട്മെന്റ് എല്ലാം ഓക്കെ പറഞ്ഞൊരു വിഷയത്തിൽ ഒരു GO ഇറക്കാൻ 2 മാസം സമയം ഉണ്ടായിട്ട് പോലും പുതിയ സർക്കാരിന് സാധിച്ചില്ല എന്നത് അവരുടെ വീഴ്ചയാണ്. ഈ ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരുടെ ഈ പ്രശ്നത്തിന് സ്ഥായിയായ ഒരു തീരുമാനം ഉണ്ടാക്കുക എന്നതാണ്. ആ തീരുമാനം അറിഞ്ഞാൽ മാത്രമാണ് ഞങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോകുള്ളൂ. നഗരസഭ നൽകിയ കത്തിൽ സർക്കാർ അനുകൂല തീരുമാനം കൈക്കൊള്ളുകയും പുനർഗേഹം ഫ്ളാറ്റിന്റെ ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ നടത്തിപ്പ് നഗരസഭയ്ക്ക് കൈമാറുകയും ചെയ്യണമെന്ന ആവശ്യം ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ ഈ ഫ്ളാറ്റിൽ വരും ദിവസങ്ങളിൽ ആർക്കും താമസിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഉണ്ടാവുക. പ്രതിഷേധത്തിന് നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷരായ TK മഷൂദ്, ഷനൽകുമാർ, P ഹസീന, കൗൺസിലർമാരായ ശാന്ത, പ്രണാബ്, ഷഫീഖ്, B വിമോൾ, റാഷിദ, ബെൻസീറ എന്നിവർ നേതൃത്വം നൽകി.